ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇന്ന് നമ്മളൊരു മോരുകറിയും ഒരു ക്യാബേജ് തോരനും ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ തൈര് നമ്മൾ തന്നെ ഉറച്ച് വയ്ക്കുന്നതാണേ. പാല് മേടിച്ച് തൈര് ഒരു സ്പൂൺ തൈരൊക്കെ ഒഴിച്ച് നല്ല കട്ടയ്ക്ക് തൈര് ഉണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും തൈര് വേണം കഴിക്കാനായിട്ട്. ഇത് ഞാനൊന്ന് ഇളക്കി വെച്ചതാണ്. അത് അത്രയും ഭാഗം ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. അതുകൊണ്ടത് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗം മാറ്റി വെച്ചു. ബാക്കി ഭാഗം ഉറച്ചെടുക്കാനും തൈരായിട്ട് കഴിക്കേണ്ടവർക്ക് കഴിക്കാനും ഒക്കെ ആയിട്ടാണേ. അപ്പോൾ നമുക്കിന്ന് മോരുകറി ആദ്യമേ ഉണ്ടാക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാവേ. ഇനി തേങ്ങയൊന്നും അരയ്ക്കണ്ട, പെട്ടെന്ന് ചെയ്യാം. ചുമ്മാ കുടിക്കാനും ഒക്കെ നല്ലതാണ്. ഏത് രോഗമുള്ളവർക്കും കഴിക്കാം ഇത്. അതിനെന്ന് വെച്ചാൽ ഇത് നമ്മളിടുന്ന ഈ ചേരുവ കരിയാതിരിക്കാൻ മാത്രം ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കാവുള്ളൂ. ഇനിയിപ്പോൾ എണ്ണ കഴിക്കാൻ മേലാത്തവർക്കാണെങ്കിൽ ഇച്ചിരി ഉപ്പുനീരിൻ്റെ അകത്ത് വറ്റിച്ചെടുത്താലും മതി. ഈ ചേരുവകളെന്ന് പറഞ്ഞാൽ 2 വറ്റൽമുളക്, 1 പച്ചമുളക്, നമ്മുടെ ആ തൈരിൻ്റെ അളവനുസരിച്ചാണ്. 2-3 വെളുത്തുള്ളി, കുറച്ച് കരിയാപ്പില, കുറച്ച് ചുവന്നുള്ളി, പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതിയേ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഉറപ്പായിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതും കൂടി ഇട്ട് ഒത്തിരി അങ്ങോട്ട് വഴറ്റി അങ്ങ് ബ്രൗൺ കളറൊന്നും ആകണ്ട. അതിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുമ്പോൾ, ഈ വെളുത്തുള്ളിയൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് വെന്ത് കിട്ടിയാൽ മതി നമുക്ക്. എന്നാൽ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് മാറുകയും ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് ആ പച്ചമണച്ചൊവയൊക്കെ ഒന്ന് മാറുമ്പം നമുക്ക് മോരങ്ങോട്ട് ഒഴിച്ചാൽ മതി. അത്രേ ഉള്ളൂ അതിൻ്റെ കറി എന്ന് പറഞ്ഞാൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഈ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പൊടിച്ച് വെച്ചുകൊണ്ട് ഇതിന് കളറില്ലേ, കളറാകാൻ വേണ്ടി പൊടി ഇട്ടിട്ടിരുന്നാൽ ഇനി ഈ മഞ്ഞളിൻ്റെ കുത്തൽ വരും. അതുകൊണ്ട് വലിയ കളറ് വരത്തില്ല നമ്മുടെ കറികൾക്ക്. മഞ്ഞളിൻ്റെ കളറ് വരികയില്ല. ഇവിടെ അപ്പൂ കൃഷി ചെയ്ത മഞ്ഞളുകളുണ്ട്. അപ്പോൾ അത് പറിച്ച് ഞാൻ നേരം പോലെ കുറേശ്ശെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഉണക്കിയെടുക്കും, ഉണങ്ങിയെടുക്കും. ഇനി ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആ അടിച്ച് വെച്ച മോരും കൂടി ഒഴിച്ച് കുറച്ചേ ഉണ്ടാക്കുള്ളൂ. ഇവർ ചോറിനൊന്നും കഴിക്കത്തൊന്നുമില്ല, ഇവർ ചുമ്മാ കുടിക്കും ഇതെടുത്തേ. പിന്നെ വയറിനുമൊക്കെ നല്ലപോലെ കരിയാപ്പിലയും വെളുത്തുള്ളിയും ഇതെല്ലാം ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. പിന്നെ തലേ ദിവസം ഞാനിത് ഉണ്ടാക്കി വയ്ക്കാറാണ് പതിവ് രാത്രിയിൽ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അതിൻ്റെ എല്ലാം ടേസ്റ്റ് ആ മോരിലോട്ട് ഇറങ്ങിയിട്ട് നല്ല രുചിയാണ്. പരമാവധി കറികൾ ഞാൻ വൈകുന്നേരം ഉണ്ടാക്കി, മീൻകറി, മോരുകറി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ കറിക്കുള്ള തോരനൊക്കെയുള്ള വൈകുന്നേരം അരിഞ്ഞ് വയ്ക്കുവേ. ഇന്നിപ്പോൾ അരിയാനൊത്തില്ല, അതുകൊണ്ട് ഇന്ന് കാബേജൊക്കെ നമുക്ക് അരിഞ്ഞ് വേണം ഉണ്ടാക്കാൻ. ഈ മോരിനും നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് ഇത് ചൂടാറുന്നതിന് ഇപ്പുറം ഇവിടെ കുടിക്കാൻ തുടങ്ങും. എടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. നമ്മളെ ഈ അസുഖമുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാൻ ഒന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനാന്ന് പറഞ്ഞാൽ എല്ലാ ഗുണങ്ങളും അടങ്ങിയ സാധനമല്ലേ. ഇതിന് തേങ്ങയൊന്നും ചേർക്കുന്നില്ല. നല്ല വളിച്ചുമ്പോൾ കേടാവൊന്നും ആയി പോകത്തൊന്നുമില്ല ഇത് 2 ദിവസം ഇരുന്നാലും. കാബേജ് ആണെങ്കിൽ ഞാനത് വലുതായിട്ട് കഴുകിയിട്ട് മുറിച്ച് വെച്ച് മഞ്ഞളിൻ്റെ അകത്ത് കഴുകുവേ, എന്നിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുക്കുകയും. അപ്പോൾ ഇങ്ങനെ തരിതരിയായിട്ട് അരിഞ്ഞ് കിട്ടും, പെട്ടെന്ന് പണി കഴിയുവേ. ഇപ്പോൾ ചോപ്പറിനകത്ത് ചിലപ്പോൾ നമ്മൾ ഇടുമ്പോൾ അത് കുടുങ്ങും. എന്നാലും അതൊന്ന് കുലിക്കാൻ മതി കറങ്ങാതിരുന്നാൽ. ആ ചോപ്പറെടുത്തൊന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേനും അത് അതിൻ്റെ ഇടയ്ക്കൊന്ന് വിട്ടുപോരും. അന്നേരം അത് നല്ലപോലെ ഇതുപോലെ കണ്ടോ, ഇതുപോലെ ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ 2 പച്ചമുളകും, ഒരു കുഞ്ഞു കഷ്ണം സവാളയും, കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ഇടും കാബേജിൻ്റെ അകത്തെ. അതും കൂടി ഇട്ട് കടുക് പൊട്ടി ഇതൊന്ന് ആവി കയറേണ്ട താമസമുള്ളൂ. ആ കറി വെന്തു. പിന്നെ നമുക്ക് സോയാബോളുണ്ട്, മീൻകറി ഉണ്ട്, ഇന്നലെ വെച്ച മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം കറികളായി. പിന്നെ അച്ചാറുകളെല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ പണികളെല്ലാം തന്നെ നമുക്ക് ഒതുങ്ങും. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് അല്ലേ. പിന്നെ ക്യാബേജ് എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ 1 സ്പൂൺ ഉഴുന്നിടണേ. ഉഴുന്ന് നിർബന്ധമായിട്ട് ഇടണം. ഇന്ന് ഇത്രേ ഉള്ളേ. ഓക്കെ, ബൈ.